Hi guys, welcome back to another video. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് PC ആണ്. ഗെയിമിംഗ് എന്ന് പറയാനില്ല, ഒരു 6 ലക്ഷം രൂപയുടെ ഒരു കോണ്ടന്റ് ക്രിയേഷൻ ഗെയിമിംഗ് PCയുടെ ഒരു പവർഫുൾ PC. നമ്മൾ ചെയ്തതിൽ ഏറ്റവും പവർഫുൾ, വൺ ഓഫ് ദ മോസ്റ്റ് എപ്പിക് ആയിട്ടുള്ള ഒരു PC ബിൽഡാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഈ ഓരോ കോമ്പണൻസ് ചൂസ് ചെയ്തതെന്നും അതേപോലെ തന്നെ ഓരോ കോമ്പണൻസിനും അതിൻ്റെ പ്രാധാന്യം, ഇതിന്റെ കുറേ ഫീച്ചേഴ്സ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് എന്താണെന്നുള്ളത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. സോ വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം, ദിസ് ഈസ് പ്രശാന്ത് ഹിയർ, യു വാച്ചിങ് geekboz.media. ഗൈസ്, വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞുതരാം. ഇത് ഞാൻ ലാസ്റ്റാണ് വീഡിയോയിൽ പറയേണ്ടത്, എന്താണെന്ന് നേരത്തെ പറയുകയാണ്. ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ ഗിഫ്റ്റ് ഒളിച്ചു കിടപ്പുണ്ട്. ജസ്റ്റ് ഒരു ചോദ്യമാണ്, അത് നിങ്ങൾ കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ആ ചോദ്യം എന്നുള്ളത്. അപ്പം ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും സ്ക്രോൾ ചെയ്ത് നോക്കേണ്ടി വരും. അതിൻ്റെ ബി റോൾസ് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പം ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ ആണ് നമ്മൾ ലാസ്റ്റ് വിന്നറിനെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നുണ്ടാവും. അപ്പോൾ എന്താണെന്നുള്ളതൊക്കെ ബാക്കി വീഡിയോ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊസസ്സറിനെയാണ് നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത്. നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്ലൈമർ ആയിട്ട് ഞാൻ ആദ്യം തന്നെ പറയാം, ഈ ഒരു ബിൽഡ് എന്ന് പറയുന്നത് ടോപ്പ് ഓഫ് ദ ലൈൻ ആണ്. സാധാരണ ഒരു PCയിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട കോമ്പണൻസ് അല്ല നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ ഉപയോഗിച്ച പ്രൊസസ്സർ ഈസ് Ryzen 9 7950X 3D സീരീസ് ആണ്. ക്യാഷ് മെമ്മറി കൂടുതൽ കിട്ടും. അപ്പോൾ അതുമാത്രമല്ല, ഇത് യൂസ് ചെയ്യുമ്പോൾ ഗെയിം ഡെവലപ്മെന്റിൽ ഉൾപ്പെടെ നിങ്ങൾക്ക് ഈ ഒരു പ്രൊസസ്സർ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. അതുപോലെ തന്നെ നിങ്ങൾ ഇന്റൽ ആണ് നോക്കുന്നതെങ്കിൽ 13900K എന്ന് പറയുന്ന ഇന്റൽ i9 സീരീസിനുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റിയ, അതിന് മേ ബി അതിനെക്കാളും പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊസസ്സർ തന്നെയാണ് ഈ ഒരു 7950X 3D. ഗൈസ്, അടുത്തത് മദർ ബോർഡാണ്. മദർ ബോർഡ് ചോയ്സ് ആയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് X670E ക്രോസ് ഗെയിമിംഗ് ഹീറോ ഗെയിമിംഗ് സീരീസിലുള്ള ഏറ്റവും പീക്ക് ആയിട്ടുള്ള ബോർഡാണ്. ഈ ഒരു ബോർഡ് സത്യം പറഞ്ഞാൽ നമ്മൾ നോർമലി നമ്മൾ X670യുടെ ടഫ് ഉപയോഗിക്കാറുണ്ട്, സ്ട്രിക്സ് ഉപയോഗിക്കാറുണ്ട്. സ്ട്രിക്സിൽ തന്നെ പല പല വേരിയൻസ് ഉണ്ട്. MSIയുടെ കാർബൺ സീരീസ് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇതെന്ന് പറയുന്നത് ദിസ് ഈസ് ലൈക്ക് എ ഗോഡ് ലൈക്ക് മദർ ബോർഡ് എന്ന് വേണമെങ്കിൽ പറയാം. ക്രോസ് ആണ് ഏറ്റവും പീക്ക് ആയിട്ടുള്ള ഒരു മദർ ബോർഡ്, അതിൽ ഹീറോ ഗെയിമിംഗ് കേട്ടോ. ഈ ഒരു ബോർഡിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഇതിന് മദർ ബോർഡ് IO ഷീൽഡ്, അതായത് നമ്മുടെ പ്രൊസസറിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു ഷീൽഡിൽ അനിമേ ലൈറ്റിംഗ് മെട്രിക്സ് ഇതിന് കൊടുത്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ കസ്റ്റം ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് അസൂസിന്റെ റോഗിൽ നിങ്ങൾ ആർമറി ക്രേറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റം ചെയ്യാനുള്ള ഓപ്ഷൻസും ഇതിനകത്ത് വരുന്നുണ്ട്. അതൊരു വൺ ഓഫ് എ കൈൻഡ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. എല്ലാ മദർ ബോർഡ്സിലും വരുന്നതല്ല. പൊതുവെ മദർ ബോർഡ്സിലെ ARGB ലൈറ്റും കാര്യങ്ങളൊക്കെ വരുമെങ്കിലും ഇതുപോലത്തെ ഒരു അനിമേ മെട്രിക്സ് വളരെ റെയറാണ്. അടുത്തത് മെമ്മറി ചോയ്സ് ആണ്. മെമ്മറി ചോയ്സ് ആയിട്ട് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് 64GB കോർസെയർ പ്ലാറ്റിനം ഡോമിനേറ്റർ സീരീസ് ആണ്. ഈ ഒരു ഡോമിനേറ്റർ സീരീസിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്നുള്ളത്, നിങ്ങൾ അനിമയെ പോലത്തെ കാണുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ മദർ ബോർഡ് അനിമേ മെട്രിക്സ് ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ക്രോസെയറിന്റെ ഈ ഒരു മദർ ബോർഡിൽ ഈ ഒരു റാമിലാണ് ഇത്രമാത്രം ലൈറ്റിംഗ് എഫക്ട്സ്. ഞാൻ പല മെമ്മറീസും കണ്ടിട്ടുണ്ട്, G-Skill, T-Force, Crucial, അങ്ങനെ എല്ലാ ബ്രാൻഡ്സിന്റെയും നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ഈവൻ XPGയുടെയും എല്ലാ ബ്രാൻഡുകളുടെയും. പക്ഷേ ഉള്ളതിൽ ഏറ്റവും മോസ്റ്റ് ആയിട്ട് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് റാം കോർസെയറിന്റെ ഈ ഒരു പ്ലാറ്റിനം ഡൊമിനേറ്റർ സീരീസ് ആണ്. ഇത് 6000 മെഗാഹെർട്സ് ആണ് കേട്ടോ. 6000 മെഗാഹെർട്സ് റാം ആണ്. 64GB 4 സ്റ്റിക്കാണ് നമ്മൾ ഈ ഒരു മദർ ബോർഡിൽ ഉപയോഗിച്ചത്. ടോട്ടൽ 128GB ഉണ്ട്. ഈ ഒരു 128GB നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് 64 ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇത് ഒരു എപ്പിക് ബിൽഡാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, എപ്പിക് ബിൽഡ് ആയതുകൊണ്ട് തന്നെ ഇതിൽ ഉപയോഗിക്കുന്ന റാമും എപ്പിക് തന്നെയായിരിക്കും. പിന്നെ കസ്റ്റമൈസേഷൻ ഇസ് ഫ്ലോലെസ്. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞതിന്റെ ഫോട്ടോയും കാര്യങ്ങളും കേട്ടോ. നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റോറേജ് ആണ് നമുക്ക് അടുത്ത് പരിചയപ്പെടാൻ പോകുന്നത്. സ്റ്റോറേജ് ആയിട്ട് നമ്മൾ സാംസങ് എന്ന ബ്രാൻഡിന്റെ 980 Pro 2TBയുടെ 2 SSD ഡ്യുവൽ സിസ്റ്റം SSD ആണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2TBനെ 4TB ആക്കാനും അല്ലെങ്കിൽ മൾട്ടിപ്പിൾ SSD വെക്കാനുള്ള ഓപ്ഷൻ ഈ മദർ ബോർഡിൽ ഉണ്ട് കേട്ടോ. 4-5 മദർ ബോർഡ് SSDs എക്വിപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് SSD അഡീഷണൽ വെക്കണമെങ്കിൽ SSDക്കുള്ള NVMe എക്സ്പാൻഷൻ സ്ലോട്ടും ഈ ഒരു മദർ ബോർഡിൽ അസൂസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഫീച്ചർ പ്രൂഫ് ആണ് കേട്ടോ. സ്റ്റോറേജിന്റെ കാര്യത്തിൽ നമ്മൾ ഹാർഡ് ഡിസ്ക്, നിങ്ങൾക്കറിയാം വർഷങ്ങളായിട്ട് നമ്മൾ ഹാർഡ് ഡിസ്ക് ഓപ്റ്റ് ചെയ്യാറില്ല. നിങ്ങൾ SSD എടുക്കുന്നതാണ് ഏറ്റവും വെറുതായിട്ട് ഞാൻ പറയുക. കാരണം ഒന്ന് സ്പീഡാണ്, 7000 MB/s സ്പീഡ്, റീഡ് റൈറ്റ് സ്പീഡ് കിട്ടുന്നുണ്ട്. അത് Gen 4ലാണ് കിട്ടുക. ഈ ഒരു മദർ ബോർഡ് അതിന് കോമ്പാക്റ്റബിളും ആണ്, പ്രൊസസറും കോമ്പാക്റ്റബിൾ. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ഒരു ജനറേഷൻ നമ്മളെ ബെനിഫിറ്റ് നിങ്ങൾ എടുക്കാനാണെങ്കിൽ PCI 3.0 യൂസ് ചെയ്യാതിരിക്കുക. 4.0 മസ്റ്റ് ആയിട്ട് ചോദിച്ചതിന് നിങ്ങൾ ഇപ്പം PC ബിൽഡ് എവിടെ ചെയ്ത് കഴിഞ്ഞാലും ഓൺലൈൻ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ PC ബിൽഡിൽ PCI 4.0 തന്നെ ചോദിച്ച് മേടിക്കുക കേട്ടോ.
ഗൈസ്, അടുത്തത് ഈ ഒരു ബിൽഡിലെ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള എലമെന്റ് ആണ് ഗ്രാഫിക്സ് കാർഡ്. ഗ്രാഫിക്സ് കാർഡ് ആയിട്ട് നിങ്ങൾക്കറിയാം ക്രോസ് എയറിന്റെ പോലത്തെ ഒരു ഹയർ എൻഡ് ആയിട്ടുള്ള ഒരു മദർ ബോർഡ് ഉപയോഗിക്കുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ അസൂസിൽ തന്നെ ആയിരിക്കും പോയിട്ടുണ്ടാവുക. നമ്മൾ നേരത്തെ ചെയ്തത് അസൂസിന്റെ RTX 4090 വൈറ്റ് എഡിഷൻ ആണെങ്കിൽ ഇവിടെ RTXന്റെ 4090 ബ്ലാക്ക് എഡിഷൻ അത്രയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ബ്ലാക്ക് എഡിഷൻ എന്ന് ഞാൻ പറയുന്നില്ല, ബ്ലാക്ക് കളർ കേട്ടോ, അത്രേ ഉള്ളൂ. അപ്പൊ 4090 കാർഡ് 24GB ആണ് VRAM. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ദിസ് ഈസ് മോർ ദാൻ എപ്പിക് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഗ്രാഫിക്സ് കാർഡാണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് മറ്റുള്ള ബ്രാൻഡുകൾ ലൈക്ക് MSI, സുപ്രീമെക്സ് വൺ ഓഫ് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രാഫിക്സ് കാർഡാണ്. നമ്മൾ അസൂസിന്റെ ബോർഡ് ഉപയോഗിച്ചു. അതുകൊണ്ട് ഇത് തന്നെ ആ ഒരു റേഞ്ചിൽ കളർ കോമ്പിനേഷൻ മാച്ച് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അസൂസിന്റെ റോക്ക് 6 ഉപയോഗിച്ചത്. കുറച്ച് എക്സ്പെൻസീവ് ആണ്, അതുകൊണ്ട് തന്നെ മേ ബി നിങ്ങൾക്ക് ഇത് അഫോർഡബിൾ അല്ല എന്ന് തോന്നുകയാണെങ്കിൽ MSIയോ Inno 3D ഓർ സോഡാക്ക് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഗൈസ്, അടുത്ത ഹാർട്ട് ഓഫ് ദ CPU ആണ് PSU. ഇവിടെ PSU ആയിട്ട് എടുത്തിരിക്കുന്നത് നമ്മൾ ലാസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. PX 1200G സീരീസ് ഡേറ്റ് കൂളിന്റെ ആണ്. മോഡുലാർ ആണ് PSU. പിന്നെ PCIe 5.0 കേബിളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്കറിയാം 4090 പിന്നെ ഇത്രയും ഫാൻസ് ഉണ്ട്. ഫാൻസിന്റെ എണ്ണമൊക്കെ സത്യം പറഞ്ഞാൽ വളരെ ഓവർ മിമ്മിങ് ആയിട്ട് തോന്നും. എന്നായിരുന്നാലും നമ്മൾ ഈ ഒരു ക്യാബിനറ്റ് യൂസ് ചെയ്തപ്പോൾ അത്രമാത്രം ഫാൻസും എലമെന്റ്സും എല്ലാം കൂടെ കയറുന്നുണ്ട്. നമ്മൾ 1200 അപ്ഗ്രേഡ് ചെയ്തതാണ്. അപ്പൊ ഈ ഒരു PSU ആണ് നമ്മൾ ഉപയോഗിച്ചത്. ഇത് ഡീപ് കൂളിൽ നിന്നാണ് വാങ്ങിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോർസെയറോ കുളമോസ്ട്രോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പ്രശ്നമില്ല. ഡീപ് കൂൾ വൺ ഓഫ് ദ ബെസ്റ്റ് ബ്രാൻഡ് ആണ് ഈ ഒരു കാര്യത്തിൽ കേട്ടോ. അവരുടെ പവർഫുൾ ആയിട്ടുള്ള ഈ ഒരു ഗോൾഡ് സീരീസും പ്ലാറ്റിനം സീരീസ് ആയിട്ടുള്ള PSU വരെ അവർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണ് PX സീരീസ്. ഗൈസ്, ഈ ഒരു പ്രോസസർ നിങ്ങൾക്കറിയാം 7950X3D ടോപ്പ് ഓഫ് ദ ലൈൻ അൺലോക്ഡ് ആയിട്ടുള്ള പ്രോസസർ ആണ്. ഇത് കൂൾ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ലിക്വിഡ് കൂളർ ആണ്. അടുത്ത ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എലമെന്റ്. ഇതിൽ നമ്മൾ എടുത്തിരിക്കുന്നത് കോർസെയറിന്റെ H150i Elite LCD ഡിസ്പ്ലേ ആണ്. ഈ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് അത്രമാത്രം എഫക്ട്സുകൾ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് NCHD ക്രാക്കൺ വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ അസൂസിന്റെ റിയൂജിൻ 3 ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാൻ ഇവിടെ കോർസെയർ എടുത്തത് കാരണം അതിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ റിംഗ് ലൈറ്റിൽ അതിന്റെ ചുറ്റും അതായത് ഡിസ്പ്ലേക്ക് ചുറ്റും തന്നെ ഒരു ഹാലോ റിംഗ് എഫക്ട്സ് കൊണ്ടുവരാൻ നമുക്ക് ഈ ഒരു ലിക്വിഡ് കൂളറിൽ ഓപ്ഷൻ ഉണ്ട്. പിന്നെ മോർ ഓവർ ഡോമിനേറ്റർ സീരീസും ഈ ഒരു നമ്മുടെ കോർസെയറിന്റെ ലിക്വിഡ് കൂളറും രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് IQൽ വെച്ചിട്ട് നിങ്ങൾക്ക് കസ്റ്റം ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ കോർസെയറിന്റെ H150i ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിന്റെ വേറെ ഓപ്ഷൻസ് ഉണ്ട്. NCHD പിന്നെ അതേപോലെ ഡീപ് കൂൾ ഏത് ബ്രാൻഡുകളും ഉപയോഗിക്കാം. ഞാൻ ഇവിടെ എടുത്തതാണ് ഞാൻ ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് യാതൊരു നിർബന്ധമില്ല ഇത് തന്നെ നിങ്ങളുടെ ബിൽഡിൽ ഉപയോഗിക്കണമെന്നുള്ളത്. പക്ഷേ കസ്റ്റമൈസേഷൻ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ദിസ് ഈസ് എ വർത്ത് ആയിട്ടുള്ള ഇതാണ് അല്ലെങ്കിൽ കൂളറാണ്. ഗൈസ്, ഇനി ക്യാബിനറ്റ് ആണ്. നമ്മൾ ഇതുവരെ പല ക്യാബിനറ്റ്സും NCHD, ലിയാൻഡി, അതേപോലെ തന്നെ പുളമോസ്റ്റർ, കോർസെയർ അങ്ങനെ എല്ലാ ബ്രാൻഡ്സിന്റെയും യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല പോസ്റ്റിംഗ് കണ്ടിട്ടുണ്ട്. ഇതുവരെ യൂസ് ചെയ്യാത്തതും എന്നാൽ വൺ ഓഫ് എപ്പിക് ആയിട്ടുള്ള ഒരു ക്യാബിനറ്റ് ആണ് ഈ ഒരു ബിൽഡിൽ എടുത്തിരിക്കുന്നത്. അതും ഫാൻടെക്കിന്റെ NV7 എന്ന് പറയുന്ന ഒരു ടോപ്പ് ഓഫ് ദ ലൈൻ ക്യാബിനറ്റ് ആണ്. ഒരു അൾട്രാ ടവർ ക്യാബിനറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അത്രയും എപ്പിക് ആയിട്ടുള്ള ഒരു ക്യാബിനറ്റ് ആണ് NV7. ഫുള്ളി നമുക്ക് വ്യൂ കിട്ടുന്ന രീതിയിൽ ARGB സ്ട്രിപ്പ് ലൈറ്റും കേബിൾ മാനേജ്മെന്റ് ഒക്കെ സത്യം പറഞ്ഞാൽ ലൈക്ക് വാവ് എന്നല്ലാതെ വേറെ ഒന്നും പണ്ട് വിശേഷിപ്പിക്കാൻ പറ്റില്ല. കാരണം അത്രമാത്രം ഫീച്ചേഴ്സ് ഈ ഒരു NV7 വരുന്നുണ്ട്. അതിനെ കേബിൾ മാനേജ്മെന്റ് ചെയ്യുന്ന റൂട്ടിങ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പ്രത്യേകം സെപ്പറേറ്റ്ലി നിങ്ങൾക്ക് കേബിൾ മാനേജ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ പോലും ഈ ഒരു ക്യാബിനറ്റിൽ വരുന്നുണ്ട്. നോർമലി ഉള്ള രീതിയല്ല. അപ്പൊ ഇത്രയും ഫീച്ചേഴ്സ് വരുന്ന വളരെ പവർഫുൾ പാക്ഡ് ആയിട്ടുള്ള ഒരു ക്യാബിനറ്റ് ആണ് NV7 ഫാൻടെക്കിന്റെ. റേറ്റ് അറൗണ്ട് ഒരു 15,000-16,000 രൂപയോളം മാർക്കറ്റിൽ വില വരുന്നുള്ളൂ. ഇത്ര മാത്രം ഫാൻസ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഗൈസ്, ഫാൻസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് എ ക്യാബിനറ്റ്. ഗെയിമിംഗ് PCയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ക്യാബിനറ്റിന്റെ ഫാൻസ്. ഇതിൽ നമ്മൾ ഇൻഫിനിറ്റി ഫാൻസ് ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 4 കിറ്റ് അതായത് 12 ഫാൻസ് ആണ് നമ്മൾ ഈ ഒരു ബിൽഡിലേക്ക് മൊത്തത്തിൽ എടുത്തിരിക്കുന്നത്. അതും ഫ്രണ്ട് റോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 4 ഫാൻസ് വരുന്നുണ്ട്. ഡുവൽ റേഡിയേറ്റർ അതായത് ഡുവൽ ഫാൻ റേഡിയേറ്റർ മൗണ്ടിങ് ഓപ്ഷൻ ആണ് നമ്മൾ ഈ ഒരു ബിൽഡിന് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ സ്ഥിരം ഹയർ എൻഡ് ആയിട്ടുള്ള അൾട്രാ ഹൈ എൻഡ് ആയിട്ടുള്ള ബിൽഡുകളിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ പുഷ് ആൻഡ് പുള്ളിന് വേണ്ടി 2 സെറ്റ് അതായത് മൊത്തം 6 ഫാൻസ് റേഡിയേറ്ററിന് ചുറ്റും കൊടുക്കാൻ നമ്മൾക്ക് ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ബിൽഡിൽ പറ്റിയിട്ടുണ്ട്. അപ്പം ഇതേപോലത്തെ ബിൽഡാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിന്റെ ഗെയിം പ്ലേ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കണ്ടാൽ ഡെഫിനറ്റ്ലി മനസ്സിലാവും. 7950X3D ആയിരുന്നു, വൈറ്റ് ബിൽഡായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത അതേ FPS തന്നെയാണ് ഈ ഒരു ബിൽഡിന് കിട്ടുന്നത്. വലിയ വേരിയേഷൻസോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പാർട്ട് ഫ്രം മദർ ബോർഡ് ഒന്ന് മാറി എന്നുള്ളതല്ലാതെ വലിയൊരു വേരിയേഷൻ ഈ ഒരു FPS വരാൻ ചാൻസ് ഇല്ല. എന്നിരുന്നാലും നിങ്ങൾ ഈ ഒരു ഗെയിം പ്ലേയും കൂടെ ഒന്ന് കണ്ടിട്ട് വരും.
ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ ഗിവ് അവേയുടെ ചോദ്യം ഇതാണ്. നമ്മുടെ ഈ ഒരു ബിൽഡ് ഓരോ ഐക്കൺസ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ വെച്ചിട്ട് നമ്മൾ ഇൻസ്പയർഡ് ആയിട്ടാണ് ഓരോ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ബിൽഡ് ഇൻസ്പയർ ചെയ്തിരിക്കുന്നത് ഏത് ക്യാരക്ടർ വെച്ചിട്ടാണ്? ഈ ഒരു ക്യാരക്ടറിന്റെ പേര് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഈ ഒരു പാർട്ടിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് നമ്മുടെ പേര് ഏത് ക്യാരക്ടറിനെ ഇൻസ്പയർ ചെയ്താണ് ഇതിന്റെ കളർ തീം ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ DM ആയിട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു ഇതിൽ നമ്മൾ സെലക്ഷൻ ചെയ്യുന്നത് റാൻഡം സെലക്ഷൻ അല്ല, വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് നമുക്ക് ഇപ്രാവശ്യം 28ാമത്തെ ആളെയാണ്. 28ാമത്തെ കറക്റ്റ് ആൻസർ വരുന്ന ആളെയാണ് നമ്മുടെ ഇതിന്റെ ഈ ഒരു വീഡിയോയുടെ വിന്നറായിട്ട് എന്താ പറയുക ക്ലെയിം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നത്. അത് ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ലോജിടെക് ആണ്. ലോജിടെക്കിന്റെ ഒരു കൂൾ ആയിട്ടുള്ള ഒരു ഗിവ് അവേ ആണ്, ഒരു സ്മോൾ ഗിവ് അവേ ആണ്, പക്ഷെ സ്റ്റിൽ ഒരു വെർത്ത് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഡെഫിനറ്റ്ലി മെസ്സേജസ് ഓൺ ഇൻസ്റ്റാഗ്രാം ഫോർ ദിസ് ക്ലെയിമിംഗ് ദിസ് വീഡിയോ ഗിഫ്റ്റ് കേട്ടോ. അപ്പൊ ഗൈസ്, നമ്മുടെ ഇതിന്റെ ഈ ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നുണ്ട്. ചെക്ക് ഔട്ട് ദാറ്റ്. ആൻഡ് നിങ്ങൾക്ക് ചോദ്യങ്ങളോ ഡൗട്ട്സുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് താഴെ കൊടുക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഡു കോൺടാക്ട് us on Instagram or over the call WhatsApp കേട്ടോ. അപ്പൊ എത്രയേ ഉള്ളൂ ഗൈസ്. അപ്പൊ അടുത്ത വീഡിയോ കാണാൻ.